ഇറങ്ങാം. മംഗളമേ ജന്മം മംഗളം. ബാബേ, ഇതാണ് നമ്മുടെ മൂപ്പൻ. വാ, വണ്ടിയിൽ കുറച്ച് കാച്ചിരിപ്പുണ്ട്, എടുത്തു വെക്കും. നിന്റെ മോന്തട കടന്നൽ കുത്തി പോലെ ഇരിക്കുന്നത്. ചത്തുപോയതിന്റെ അപ്പം തിരിച്ചു വന്നാ നീ മൂപ്പന് കഴിക്കാനായിട്ട് എന്തെങ്കിലും എടുത്തു വെക്ക്. ഹാപ്പി ആണല്ലോ അല്ലേ ബാബേ? എന്താണ് കണ്ണറിഞ്ഞിരിക്കുന്നത്? ഉള്ളി അരിഞ്ഞ ഏത് മനുഷ്യന്റെയും കണ്ണരിയും. എടാ, ഒരു കഷ്ണം ഉള്ളി എടുത്ത് ചെവിയിൽ വെച്ചിട്ട് അരി കണ്ണരിയൂല. അപ്പൊ പിന്നെ ഇതെന്തുട്ടാ? എന്താണ് പ്രശ്നം? എത്ര ദിവസമായി സാറ് പോയിട്ട്? മിനിഞ്ഞാന്ന് സാറ് വരുമെന്ന് കരുതിയാൽ പുളിയിലിട്ട ചുട്ടമീൻ, ഇന്നലെ നാടൻ കോഴിക്കറി എല്ലാം ഉണ്ടാക്കി വെച്ചു. എന്നിട്ടെന്താ, ഞാൻ തന്നെ നിന്ന് തീർത്തു. വെറുതെ മനുഷ്യനെ വിഷമിപ്പിക്കാനായിട്ട്. ഒന്ന് വിളിക്കാനായിട്ട് സാറിന് ഒരു മൊബൈൽ ഫോൺ എങ്കിലും മേടിച്ചൂടെ? എടാ, ഞാൻ മിനിഞ്ഞാന്ന് വരേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മൂപ്പന്റെ കാര്യം. പുള്ളിക്ക് ചില കാടൻ പൊടിക്കൈകളൊക്കെ അറിയാട്ടോ. ഒറ്റ പ്രാവശ്യം കാണിച്ചെന്നാ മതി, ഞാൻ ഉണ്ടാക്കി തരാം. വിദ്യാലയം പൊളിച്ചു. സൂപ്പർ. വിനായകർ കറക്റ്റാ. ഒട്ടും മുമ്പോട്ടും അല്ല പുറകോട്ടും അല്ല. നീ തിളപ്പിച്ചു കഴിഞ്ഞാൽ ഒപ്പിട്ടതല്ലേ? അതൊക്കെ എന്റെ ട്രേഡ് സീക്രട്ടാ, ഞാൻ പറഞ്ഞു തരില്ല സാറേ. എന്റെ ചില സീക്രട്ട് നല്ല കാടൻ വാറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, അടിക്കാൻ വേണ്ടിയാണ്. വാ, തരാട്ടാ. അല്ല സാറ് പറഞ്ഞത് ശരിയാ, തിളപ്പിച്ചതിന് ശേഷം ഒപ്പിട്ടത്. അയ്യോ, ഈ പയ്യനച്ചൻ ഗൾഫിലാ. ടെൻഷൻ ഉണ്ടോ? ഉണ്ടോ? ഏയ് മായാകൃഷ്ണൻ വിളിച്ചിട്ട് ഓൾ ദി ബെസ്റ്റ്. പോയിട്ടോ. സർ, സാറേ, നമ്മുടെ ശിഷ്യ. ഓ ദാ ചേച്ചി, കാല് കുത്തണമെന്ന് തോന്നും, പക്ഷെ കുത്തരുത്. ആരാടോ തന്റെ ചേച്ചി? മാറി നിൽക്കണോ കളവാ? എടോ, ആ കമ്പി എടുത്ത് കുത്തി വെച്ചിട്ട് പോയാ മതി. സർ, ഒരു ചാൻസ് കൂടി പ്ലീസ്. ചാൻസോ? അതൊക്കെ ഇനി അടുത്ത പ്രാവശ്യം. ഇപ്പൊ വിട്ടോ സാറേ. ഒന്ന് പുടപ്പൂ. ഈ ബാഗ് താങ്ക്സ്. ആറ്റിങ്ങലാണോ വീട്? അതെ. ഓ അതെയോ? എവിടെയോ കണ്ടു മറന്ന മാതിരിയുണ്ട്. ഐ ആം മനു. സാർ, കാപ്പി കാപ്പി കോഫി? നോ താങ്ക്സ്. നോ താങ്ക്സ്. ആറ്റിങ്ങൽ HDFC ഉണ്ടായിരുന്ന ഒരു ഭാസ്കരൻ നായരുണ്ട്, അറിയാമോ? എന്റെ കൂടെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. ഭാസ്കരൻ നായരാണോ? അതെ, ഭാസ്കരന്റെ മോളെ പോലെ തന്നെ ഉണ്ട്. അച്ഛനെ അറിയോ? ഞാൻ ഭാസ്കരൻ നായരുടെ മോളാ, പൂജ നായർ. പിന്നെ I told you we were in Bangalore together, very close friends. അതെയോ? അച്ഛാ, എന്താ മോളെ? അച്ഛന്റെ ഫ്രണ്ട് ആണത്രേ മനു. പിന്നെ എനിക്കറിയില്ലേ മനുവിനെ? വി ആർ വെരി ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ മനു? ഹലോ. എടി ഓമനെ, നിനക്കറിയില്ലേ മനുവിനെ? മനു അല്ലേ?
ഇടാ സതീശേ, മനുവിനെ നീ അറിയില്ലേ? പിന്നെ എനിക്കറിയില്ല മനുവിനെ. മനു ഭയങ്കര ചൂട്. ഹാപ്പി ന്യൂ ഇയർ. വീട്ടിലേക്കായിരിക്കും. എന്താണ് കോയ? ഒന്നുമില്ല കോയ. ഇതാണോ പൊടിച്ചായ? 10-20 വർഷമല്ലേ പണി തുടങ്ങിയിട്ട്. എന്ത് ചായ ഇടുന്നത്? കണ്ണൻ ദേവനാണെന്ന് തോന്നുന്നു. ഓ, കോമഡിയാ? ഈ വർഷത്തെ ലാസ്റ്റ് കോമഡിയാണേ. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞല്ലേ സാറേ? 44 കൊല്ലം ജീവിച്ചു എന്ന് പറയാം. 44 കൊല്ലം മരിച്ചു എന്നും പറയാടോ. മൂത്ത മോള് +2 കഴിഞ്ഞേ. അപ്പോ കെട്ടിച്ചൂടാറായി. ഹാ, നേരത്തെ കെട്ടിയതുകൊണ്ട് ആരോഗ്യമുള്ളപ്പോ മോൾ അങ്ങോട്ട് കെട്ടിച്ചു വിടാം. അല്ല, സാർ എന്താണ് കല്യാണം കഴിക്കാത്തത്? അല്ല, താൻ എന്തിനാ കല്യാണം കഴിച്ചേ? ആ, ഓ, ഹാപ്പി ന്യൂ ഇയർ. പിള്ളേര് ന്യൂ ഇയർ മണി തുടങ്ങി. ഇത്തവണ ബിവറേജ് കോർപ്പറേഷൻ റെക്കോർഡ് തിരുത്തും. എന്താണ് കോയ ന്യൂ ഇയറിന്റെ പരിപാടികൾ? എന്ത് പരിപാടി? ബീവിയുടെ ബിരിയാണി. ദമ്മ? എന്ത് പഴയ ദമ്മൊന്നുമില്ല. മുജീബേ, ഒരു ഊളച്ചായതാ. അങ്ങനെ ഓരോരുത്തരുടെ പേര് ചായ ഒന്നും ഉണ്ടാവൂല. സാധാരണ എല്ലാവർക്കും കൊടുക്കുന്ന ചായ ഉണ്ട്. ഞാൻ പോട്ടെ സാറേ. കോയ ഒന്ന് നോക്ക്. അതാ മൂപ്പനെ അന്വേഷിച്ചായിരിക്കും. അല്ല, ആ പേപ്പേഴ്സ് മൂവ് ചെയ്യണ്ടേ? ആ, അത് കുറച്ച് ദിവസം കഴിയട്ടെ. അയാളെ കൊണ്ട് വേറെ കുറച്ച് പണിയുണ്ട്. കുഴപ്പാവോ സാറേ? ഒന്നുമില്ലടോ, താൻ പേടിക്കാണ്ടിരിക്കും. സാറേ, അപ്പൊ എന്താ ന്യൂ ഇയർ പരിപാടി? എല്ലാ ലോക മലയാളികളെയും പോലെ ഞാനും വെള്ളം അടിച്ച് വെള്ളമടി നടത്തുന്നു. അത് തന്നെ പരിപാടി. ഹാപ്പി ന്യൂ ഇയർ. നിന്റെ ഡാഡി പിള്ള വിളിച്ചിട്ടുണ്ടായിരുന്നു. പണി അന്വേഷിക്കുന്നത് കൊള്ളാം. ഒടുക്കം എനിക്ക് പണി ഉണ്ടാക്കരുത്. എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഡാഡി കൊണ്ട് വലിയ ശല്യം. ഇതെന്താ പുതിയ സിസ്റ്റർ? കംപ്ലൈന്റ് ആണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. നീ ബാംഗ്ലൂരിന്നാ? യെസ്, ബാംഗ്ലൂർ, എറണാകുളം വഴി തിരുവനന്തപുരം. ആ, പറ. എറണാകുളത്ത് മീരച്ചിറ്റയുടെ വീട്ടിലൊന്ന് കയറി. അവിടെ ചിറ്റയുടെ രണ്ടാമത്തെ കൊച്ചിന്റെ 28. മമ്മി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പഴയ ചുറ്റിക്കളി. പോടെ. കുഞ്ഞിനെന്താ പേരിട്ടിരിക്കുന്നത്? കാളിദാസൻ. ചുമ്മാ പറഞ്ഞതാ. അഭിഷേകന്നോ മറ്റാ. നീ എത്ര ആളുണ്ടാവും ഇവിടെ? ജോലി കിട്ടിയ പിന്നെ ഞാൻ ഇവിടെ തന്നെയല്ലേ. കിട്ടിയില്ലെങ്കിലോ? ജോലി കിട്ടിയില്ലെങ്കിൽ ചുമ്മാ പറഞ്ഞാടാ. ഇത്രേ ഉള്ളൂടേ. ആ റേബാൻ വെച്ച തെണ്ടി എനിക്ക് ഒരു ചാൻസ് കൂടി തന്നിരുന്നെങ്കിൽ. കഴിഞ്ഞ തവണ 3 കുറ്റി പോയി. ഇത്തവണ 1 ഉള്ളൂ. ഇംപ്രൂവ്മെന്റ് ഇല്ലേ? ഈ 8 എടുക്കേണ്ട കാര്യമില്ല. ആ ഓഫീസറെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചാ മതി. ഈ ലൈസൻസ് ഒക്കെ എങ്ങനെ തനിയെ വരും. ഓ, നല്ല പ്രായത്തിൽ പറ്റിയില്ല. പിന്നല്ലേ ഇപ്പൊ എന്താ കുഴപ്പം? ചേച്ചിക്കാ പഴയ മിസ് ഇന്ത്യയുടെ ഒരു കട്ടില്ലേ ഇല്ലേ? പഴയെന്ന് വെച്ചാ എത്ര പഴയ? അല്ല, അങ്ങനെയല്ല. കേട്ടോടെ മറിയാൻറ്റി, സുന്ദരി ആയിരുന്നു ഞാൻ. 18ാമത്തെ വയസ്സിൽ ആദ്യത്തെ കല്യാണാലോചന വന്നപ്പോ ഒന്നല്ല 2 കണിയന്മാര് കവടി നിർത്തി കട്ടായം പറഞ്ഞു, ചൊവ്വാദോഷക്കാരിയാ, കെട്ടിയവൻ ആ രാത്രി തേക്കില്ല എന്ന്. പിന്നെ പണ്ടേ ഞാനൊരു ഇടുമ്പി ആയിരുന്നല്ലോ. പോരെ ഒരു പെണ്ണിന്റെ ജീവിതം നായമാക്കാൻ. അവസാനം ഒരുത്തൻ വന്നു, ഒടുക്കത്തെ പ്രേമാണെന്നും പറഞ്ഞു. പെണ്ണല്ലേ, ഞാനും പെട്ടു. ചൊവ്വാദോഷ കേസ് പറഞ്ഞപ്പോ അറിഞ്ഞുകൊണ്ട് വിഷം കഴിക്കണമെന്നും പറഞ്ഞു അവനും പോയി. ഇപ്പൊ എന്നെ നോക്കുന്ന കണ്ണുകളിലൊന്നും ഞാൻ പ്രേമം കാണുന്നേയില്ല. കാണാറ് കാമം മാത്രമാണ്. പണ്ട് കുറെ കാലം ഞാൻ വിചാരിച്ചു ഞാനൊരു പാട്ടുകാരിയായിരുന്നു. പക്ഷെ ആയിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നി ഞാനൊരു ഫെമിനിസ്റ്റ് ആണെന്ന്. അതും അല്ലായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു നീ ഫിറ്റായി.